ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. അപ്പോൾ ഇന്ന് സാറ് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, മക്കൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം സാറും മക്കളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ +2 അക്കൗണ്ടൻസിയുടെ എക്സാമിന് വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ അത്രയ്ക്കും കാര്യമായിട്ട് കാണേണ്ട റൈറ്റാണ്. +2ലെ കുട്ടികളിപ്പം പലരും എന്ത് ചെയ്യും, ഇതെന്താണ് ഇങ്ങനെ എന്നറിയാതെ അവർ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ അവർക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പം എന്താണ്, അവരുടെ ആ ഒരു എക്സാം കുറച്ച് അതിൻ്റെ റിസൾട്ട് കാര്യം കുറച്ച് റിസൾട്ട് നോക്കുന്നതൊക്കെ കുറച്ചൊന്ന് ലിബറൽ ആവും എന്നുള്ള ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് +2 കുട്ടികൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ അക്കൗണ്ടൻസി സബ്ജക്റ്റിൻ്റെ കേസസിൽ. കാരണം അത്രയ്ക്കും വലിയൊരു ചതി എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു മാറ്റമാണെന്ന് നമ്മുടെ പബ്ലിക് എക്സാമിന് അക്കൗണ്ടൻസി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സാറ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം. ഇതാ നോക്കൂ മക്കളെ, മക്കൾക്ക് മനസ്സിലാവില്ല ക്വസ്റ്റ്യൻസ് ഒന്നും. ഓക്കെ, മക്കൾ പഠിക്കാത്ത കാര്യമാണെങ്കിലും ജസ്റ്റ് കാണിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കണ്ടോ മക്കള്, ക്വസ്റ്റ്യൻ കണ്ടോ, നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ളതുണ്ടോ, ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് 1 വേർഡ് തന്നെ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ തന്നെ കുറേ കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോയ കുട്ടികൾ തന്നെ സ്റ്റെക്കായത്, തുടക്കം തന്നെ സ്റ്റെക്കായി നിൽക്കുകയാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് +2 അക്കൗണ്ടൻസിയുടെ എക്സാം ഒന്നും ഇത്തരത്തിൽ അങ്ങോട്ട് ടഫല്ല. ഈ 1 വേർഡിന്റെ കേസസ് ഒന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആകുന്ന രീതിയിൽ നമ്മൾ ചോദിക്കില്ലായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കൊന്ന് ടഫായിട്ട് തന്നാലും അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും എന്തില്ലായിരുന്നു, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ആ പേജ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് മറച്ച് നോക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുമായിരുന്നു ഇവിടെ നമ്മുടെ 1 വേർഡിന്റെ. പക്ഷെ അവിടെ തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ +2 അക്കൗണ്ടൻസിന്റെ കേസ്. ദെൻ അതുപോലെ തന്നെ അതിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ 2 മാർക്കിന്റെ അല്ല 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മുതൽ 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യനോളം നമ്മൾ എന്താക്കണം ഇവിടെ ചെയ്യേണ്ടതുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ 5 ക്വസ്റ്റ്യനിലും വന്നിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മക്കള് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും മക്കൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ എന്താണ്, ഈ കാര്യങ്ങൾ മക്കൾക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ മക്കൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കൃത്യമായിട്ട് സാറ് പറയാണ് ഒരു 5-6 മാർക്കിന്റെ ലെവലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന് ഇട്ടിട്ടുള്ളത്. അതായത് 3 മാർക്കിന് ഒരു 6 മാർക്കിനോളം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ്, അതും 5 എണ്ണം എഴുതുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മക്കൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് അത്രയ്ക്കും ടൈം അല്ലെ. അത്രയും ടൈം നമുക്ക് അവിടെ വേണ്ടേ. യെസ്, അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷെ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ +2 കുട്ടികൾ, നമ്മുടെ മക്കൾ എന്ത് ചെയ്തി, ഫസ്റ്റ് ക്വാർട്ടർലി എക്സാം എഴുതി, ഹാഫ് ഇയർലി എഴുതി. ഓക്കെ, അതിനൊക്കെ ശേഷമാണ് എന്താകുന്നത്, അവര് പബ്ലിക് എക്സാമിലേക്ക് പോകുന്നത്. ഈ ഒരു എക്സാമിലും നമ്മുടെ പാറ്റേൺ ഇങ്ങനെ ആയിരുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സൂചന പോലും നൽകാതെ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തു, അവർ പാറ്റേണെ മാറ്റിക്കളഞ്ഞു. ദെൻ അതേപോലെ നോക്കുമോ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാറ്, എസ്എ ക്വസ്റ്റ്യൻ വരാറ്, 2 എണ്ണം എഴുതുക എന്നുള്ള രീതിക്കാണ്. ഈ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് സെയിം ഇതുപോലത്തെ അവസ്ഥ ഉണ്ട്. അതായത് ഒരു 2-3 മാർക്കിനൊക്കെ എഴുതാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് 6 മാർക്കിനേക്കൊക്കെ ആയി തരിക. അങ്ങനെ തന്നു. അത് ഒറ്റ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് എവിടെയാണ്, ആ ഒരു 3 മാർക്കിന് എഴുതേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ്. ആ 5 ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ നമ്മളെ 6 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ടായിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് തന്നെ ആണ് എന്താക്കിയിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ളത്. കുട്ടികളൊന്ന് ബുദ്ധിമുട്ടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളെന്ത് ചെയ്തു, അയാളെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതാണ് പഠിച്ച കുട്ടികൾ പോലും ഒന്ന് സ്റ്റെക്കായി പോവുക എക്സാം പേപ്പറിൽ. സാറോട് തന്നെ പലരും മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കേസ്. യെസ്, അപ്പം ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് ഇപ്പോൾ +1 കഴിഞ്ഞു, +2ലേക്കാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് ഓരോ പേപ്പറും നമുക്ക് പഠിക്കാനുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ലെവലിൽ നമ്മൾ ചിന്തിച്ചിരിക്കണം. എപ്പോൾ വേണമെങ്കിലും അവർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറ്റാം, എങ്ങനെ വേണമെങ്കിലും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടൈമിനോ ഒന്നും ഒരു കാൽക്കുലേഷനും ടൈമിന്റെ കേസസിലോ മാർക്കിന്റെ കേസസിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു പോർഷൻ ഇത് 3 മാർക്കിനെ വരൂ എന്ന് പോലും നമ്മൾ എന്താക്കാൻ പാടില്ല. ഒരു കാൽക്കുലേഷൻസും ഇനിയുള്ള എക്സാമിന് നമ്മൾ എടുക്കാൻ പാടില്ല.
എടുക്കാൻ പാടില്ല. എല്ലാം മാക്സിമം എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പഠിച്ചുകൊണ്ട് വേണം നമുക്ക് ഇനിയുള്ള എക്സാമിന് പോകാൻ. അതായത് ഇനിയുള്ള +2 എക്സാം. കാരണം അവർക്ക് ഇങ്ങനെ മാറ്റാം, ഇങ്ങനെ പാറ്റേണിലേക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ളപ്പോൾ ഒരു സൂചന പോലും തരാതെ അവരിങ്ങനെ ചേഞ്ച് ചെയ്യും. പെട്ടുപോകുക ആരാണ്? നമ്മളാണ്. നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസും ടൈം മാനേജ്മെന്റും ഒക്കെ സെറ്റ് ചെയ്ത് പോയാൽ നമ്മളാണ് പെട്ടുപോവുക. സോ ഇനി അത് ഉണ്ടാകാൻ പാടില്ല സാർ. അതുകൊണ്ടാണ് മുൻകൂട്ടിയെ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഇനി പ്രതീക്ഷിച്ച് പോകണം. ഈ ഒരു മുൻവിധി അല്ലെങ്കിൽ ഈ ഒരു പ്രെജുഡിസ് മൈൻഡ് വേണം ഇനി നമുക്ക് ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും. കാരണം എന്താണ് ഇതൊക്കെ ഇങ്ങനെ മാറ്റുന്നതിന്റെ കാരണം എന്താണ്? അത് മക്കൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോ ഈ സാഹചര്യത്തിൽ മക്കൾക്ക് അത്രയ്ക്കും സോഴ്സസ് അല്ലെങ്കിൽ അത്രയ്ക്കും പഠിക്കാനുള്ള അത്രയ്ക്കും ചാൻസ് മക്കളുടെ മുന്നിലുണ്ട്, ചോയ്സ് മക്കളുടെ മുന്നിലുണ്ട്. എന്തൊക്കെ പഠിക്കാൻ നമുക്കിപ്പോ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ അവൈലബിൾ ആണ് മക്കൾക്ക്, അല്ലെ? സോ അതൊക്കെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടെ അവർ ചെക്ക് ചെയ്യാണ്. ഓക്കെ, അതായത് ഇപ്പോൾ മക്കൾക്ക് ഇത്രയ്ക്കും ഓപ്ഷൻസ് മുന്നിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇടാനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറ്റാനും പുതിയ ടൈപ്പ് എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാനുള്ളൊരു ചോയ്സ് ആർക്കുണ്ട്? അവർക്കും ഉണ്ട്. അവർക്കും ആ ഒരു ചോയ്സ് ഉണ്ടായി വരികയാണ്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് +2 എന്നുള്ളതല്ല, നമ്മൾ ഇനിയിപ്പോൾ ഏത് എക്സാമിലേക്ക് ഏത് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും അതൊന്നും ഒരിക്കലും നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവാൻ ഒരു സാധ്യത ഇനിയില്ല. എത്രത്തോളം നമ്മളെ ഒന്ന് ഡിഫിക്കൽട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒന്ന് കൊടുക്കാം എന്നുള്ള രീതിയിലേ അവരെന്താക്കുള്ളൂ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചോദിക്കുള്ളൂ. +2ന്റെ ബിസിനസ് സ്റ്റഡീസും ഏകദേശം ഇതേ മോഡലായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പോലും മക്കൾക്ക് പെട്ടെന്ന് വായിച്ചുകൊണ്ട് ആ ആൻസർ ഇതാണ് എന്ന് എഴുതാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ആൻസർ ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് ചോദിക്കുന്ന ആ ഒരു രീതി 2, 3, 4, 5 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് വേണം അതിന്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കാൻ. ഇന്നതാണ് ആ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. സോ ഇനി അങ്ങോട്ട് മക്കളിതാ ഇപ്പോൾ +1 കഴിഞ്ഞു, +2ലേക്ക് കയറുന്ന മക്കളാണ്, അല്ലെ? മക്കൾ ഈ ഒരു മൈൻഡ് വെച്ചിട്ട് വേണം +2നെ അപ്രോച്ച് ചെയ്യാൻ. പല മക്കളും +1ൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പഠിപ്പിന്റെ കേസിലുള്ള ഒരുപാട് പലരും ഒരു വിട്ടുവീഴ്ച അവിടെ ചെയ്തിട്ടുണ്ട്. പലരും പല കാര്യങ്ങളും വേണ്ട പോലെ പ്രിപ്പയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേണ്ട പോലെ പഠിച്ചിട്ടില്ല. പഠിപ്പില്ല ആ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ മക്കൾക്ക് +1ൽ ഉണ്ടായിട്ടില്ല. പക്ഷേ +2ൽ ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാം അവസ്ഥ. ഓക്കെ, യെസ്. അപ്പം കൃത്യമായിട്ട് നമ്മളിപ്പോൾ +1 കഴിഞ്ഞു, +2 ഇനിയിപ്പോൾ അധികം ടൈമൊന്നുമില്ല. +1 കഴിഞ്ഞ് വെക്കേഷൻ ഉണ്ട്, അടിച്ച് പൊളിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങും. പെട്ടെന്ന് തന്നെ ക്വാർട്ടർലി എക്സാം ആവും, ഹാഫ് ഇയർലി എക്സാം ആവും, പബ്ലിക് എക്സാം ആവും, എല്ലാം പെട്ടെന്ന് പോകും. പഠിക്കേണ്ടത് മക്കളാണ്. പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫേസ് ചെയ്യുക എന്നുള്ള മൈൻഡ് വെച്ചിട്ടാണ് മക്കൾ പഠിക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് സാറ് പറഞ്ഞു ഇത്തരത്തിൽ മക്കൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഇനി ഓരോ എക്സാമിനും സംഭവിക്കും. പക്ഷേ +2 നമുക്ക് ഒരിക്കലും ആ ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒന്ന് സ്റ്റക്കായി നമുക്ക് എക്സാം ഹാളിൽ പോലും നമ്മൾ ഇരിക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ മക്കൾക്ക് വേണം. കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി മക്കൾ സെറ്റ് ചെയ്ത് വെക്കണം. +2 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആ സ്ട്രാറ്റജിയിൽ ആ പ്ലാനിൽ മക്കൾ മുന്നോട്ട് പോകണം എന്നാണ് സാറിന് പറയാനുള്ളത്. കൃത്യമായിട്ട് അതേ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 1 ഇയർ മക്കൾ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. എന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് +2 എക്സാം ടഫായിരിക്കും. പേപ്പേഴ്സ് ടഫായിരിക്കും. ആ മൈൻഡ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചോ. ഒരു പേപ്പറും സിമ്പിൾ ആവുന്നതല്ല. ഇനി ആ മൈൻഡ് തന്നെ മക്കൾ ഇരുന്നോ. ആ മൈൻഡ് തന്നെ ഇരുന്നോ. +2 എന്ന് പറയുന്നത് +1 പോലെയല്ല എന്നും മനസ്സിൽ ഉറപ്പിച്ചോ. യെസ്, മക്കൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ജ്വാല ബാച്ചിൽ. എന്നും എന്ത് കാര്യത്തിലും അല്ലെങ്കിൽ എപ്പോഴും മക്കൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവും അല്ലെങ്കിൽ മക്കൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അത് ഫോളോ ചെയ്യാനോ അത് പ്ലാനായിട്ട് ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാനോ ചിലപ്പോൾ മക്കൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ആ പ്ലാൻ സെറ്റ് ചെയ്ത് തരുന്നത് നമ്മളാണെങ്കിലോ ഓക്കെ, മക്കൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക മാത്രമാണെങ്കിലോ ചെയ്യുന്നത് സുഖമായിട്ട് 1 ഇയർ മക്കൾക്ക് ആ സ്ട്രാറ്റജി ആ പ്ലാൻ മക്കളെ കൂടെ ഉണ്ടാവും. അതാ സാറ് പറയുന്നത്. മക്കൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ ബാച്ചിൽ, +2 ബാച്ചിൽ, ജ്വാല ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. സാറും നമ്മുടെ എല്ലാ സാറന്മാരും മിസ്സുമാരും എല്ലാവരും മക്കളെ കൂടെ ഉണ്ടാവും. +2 കൊമേഴ്സ് മക്കൾക്ക് സെറ്റാക്കി കൈ തന്നിരിക്കും. സാറാ പറയുന്നത് സെറ്റാക്കി കൈ തന്നിരിക്കും. മക്കൾക്ക് ചെക്ക് ചെയ്യാം. +2ൽ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വന്നതെങ്കിലും അതിലൊന്നു പോലും നമ്മൾ പഠിപ്പിക്കാതെ വന്നിട്ടില്ല. ഓക്കെ, ഒന്നുപോലും നമ്മൾ പഠിപ്പിക്കാതെ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പാറ്റേണിലല്ല വന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് മുൻകൂട്ടി ഒരു
യെസ്, ഒന്നും തരാതെ ഒരു എന്താ പറയുക, ഒരു സിഗ്നൽ പോലും തരാതെ അവർ മാറ്റിക്കളഞ്ഞതാണ് പെട്ടെന്ന്. ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് എന്താക്കുക, ഇനി നമുക്ക് അങ്ങനെ ഒന്നും മാറ്റം സംഭവിച്ചാൽ നമുക്ക് അതിനെ പ്രതിരോധിക്കുക. എന്താ ചെയ്യാൻ പറ്റുക? പഠിക്കുക. ഓരോ കാര്യങ്ങളും അത്രയ്ക്കും ക്ലിയർ ആയിട്ട് പഠിക്കുക. അതെങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. യെസ്, അതുകൊണ്ടാണ് സാറ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി വേണം, അങ്ങനെ ഒരു പ്ലാൻ വേണം പഠിക്കാൻ. മക്കൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, എന്ത് വേണമെങ്കിലും മക്കൾക്ക് എന്താണ് വേണ്ടത്, ഒരടിപൊളി മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഫുൾ മാർക്ക് സെറ്റ് ആക്കാൻ മക്കൾക്ക് എന്ത് വേണം, അത് മൊത്തം നമുക്ക് നമ്മുടെ ബാച്ചസിൽ അവൈലബിൾ ആണ്. അത് തരാൻ അവിടെ സാറന്മാരും മിസ്സുമാരും അവൈലബിൾ ആണ്. അതുപോലെ മക്കൾക്ക് തന്നിരിക്കും. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മറ്റൊന്നും കൂടി ഉണ്ട് പറയാൻ. യെസ്, നമ്മുടെ ബുക്സിൻ്റെതാണ്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബുക്സ് എന്ന് പറയുന്നത്. കാരണം പലരും നമ്മളൊക്കെ എന്താണ് പഠിക്കുന്നത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലേ? എത്രത്തോളം നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കും, അത് നമ്മളെ ഹെൽത്തിനൊക്കെ ഒരു ഇഷ്യൂ ഉള്ള കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഒഴിച്ചുകൂടാത്ത സാധനമാണ്. എത്രത്തോളം നമുക്ക് ഫോണിൽ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഐറ്റമാണ് ഇത് ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ തന്നെ എന്താണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബുക്സിന്റെ കേസ് അറിയാലോ. പലരും സാറോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സാർ ഈ അട്ടി ബുക്കിലുള്ളതെല്ലാം വരുമോ, എല്ലാം പഠിക്കണോ എന്നുള്ള കാര്യം. യെസ്, അപ്പം അതാണ്, അത്രയും കാര്യങ്ങളില്ല നമുക്ക്. അത് നമ്മളിപ്പോൾ ബിസിനസിന്റെ ബുക്സ് ആണ്. ഓക്കെ, മക്കൾക്ക് എന്താണ് പഠിക്കേണ്ടത്, ആ കാര്യങ്ങൾ അത്രയ്ക്കും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ള ബുക്സ് ആണിത്. അത്രയ്ക്കും ചുരുക്കി ഷോർട്ട് നോട്ട്സ് ആയിട്ട് മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, വേണ്ടാത്തൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. തന്നെ അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ബുക്സ്. ഇത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, ഇതാണ് മക്കൾ തീരെ മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ബുക്സിന്റെ കേസ് തന്നെ. അതുതന്നെ യെസ്, നമുക്ക് ഈ ഒരു 27th വരെയാണ് ഈ ബുക്സ് മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫർ ഉണ്ട്. അതായത് നമ്മുടെ ബാച്ചിലേക്ക് ഈ 27th നമ്മൾ എന്താക്കുക, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 1000+ റേഞ്ച് വരുന്ന ബുക്സാണ്, പ്രൈസ് വരുന്ന ബുക്സാണ് ഇത് മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം കിട്ടും, പക്ഷെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു 27th മുൻപ് അഡ്മിഷൻ എടുക്കുക, കൃത്യമായിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് +2 പഠിച്ചു തുടങ്ങണം. ഇത്തരത്തിലുള്ള എന്ത് പ്രോബ്ലംസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അത് നമ്മൾ അടിപൊളിയായിട്ട് ഫേസ് ചെയ്യും. നമ്മൾ എക്സാം അടിപൊളിയാക്കും, എന്ത് പ്രോബ്ലം വന്നാലും എല്ലാ സബ്ജക്റ്റും. ഓക്കെ, യെസ്, നമുക്ക് കാണാം.